സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ. എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ. രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ. ഇ കെയർ ഹൈപ്പർ ഫാർമ നിയർ EMC ഹോസ്പിറ്റൽ എടവണ്ണ. അഭയമാകാൻ അഭയധന ഗവൺമെന്റ് അപ്രൂവ്ഡ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് എടവണ്ണ, ബ്രാഞ്ച് പത്തപ്പിരിയം. എടവണ്ണ ആര്യന്തുടിക കടവ് പാലവും ഒതായി പടിഞ്ഞാറേ ചാത്തലൂർ കിഴക്കേ ചാത്തലൂർ റോഡ് റബ്ബറൈസറും സ്വപ്ന പദ്ധതി. വിജയിച്ചു വന്നാൽ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് PK ബഷീർ MLA. പറയുന്നത് ചെയ്താണ് ശീലമെന്നും അദ്ദേഹം എടവണ്ണയിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ നമുക്ക് അടിസ്ഥാന ഇനി ഒരു റോഡ് റബ്ബറൈസ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു സ്വപ്നമുണ്ട്. എന്താണ് സ്വപ്നം? വന്നിപ്പാർന്ന് പാലപ്പറ്റുന്ന് ആര്യന്തൊടിക്ക് പോകുന്നു. ആര്യന്തൊടിയിൽ ഒരു പാലം 2016 മുതൽ CPM എതിർത്ത ഒരു പാലം. അത് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നേറനാടിൻ്റെ MLA ആയി വന്നാൽ ആ റോഡ് പാലപ്പറ്റ നിന്ന് ആര്യന്തൊടി വരെയും ആര്യന്തൊടി ഒരു മനോഹരമായ ഒരു പാലവും ആ പാലം കഴിഞ്ഞാൽ ഒതായിൽ നിന്ന് പടിഞ്ഞാറ ചാത്തലൂർക്കും KK ചാത്തലൂർക്കുള്ള റോഡ് റബ്ബറൈസ് ചെയ്യുന്ന ഒരു വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് നടപ്പിലാക്കാം. പക്ഷേ എന്നെ നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം എന്നാണ് എനിക്കത് കൂടുതൽ ആമുഖമായിട്ട് കൂടി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിചാരിച്ചിട്ട് പറയില്ല. PKBക്ക് ഒന്നുള്ളൂ, പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ അത്ര വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എടവണ്ണയുടെ മുഖച്ഛായ നമുക്ക് മാറും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മെയിൻ റോഡായിട്ട് ഗ്രാമീണ റോഡുകൾ പഞ്ചായത്തിൽ എല്ലാം അടുത്ത ടൈമിൽ ഞാൻ MLA ആയി വരുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായ അടിസ്ഥാന സൗകര്യമുള്ള റോഡുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. PWD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നമുക്ക് നല്ലൊരു നേട്ടങ്ങൾ ഉണ്ടാക്കണം. കുന്നുമൽ നിന്നുള്ള റോഡ് പത്തപ്പിരിയിൽ നിന്നുള്ള റോഡ് വീതിയാണ്. അത് കുറച്ചുകൂടി താർ ചെയ്തിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എടവണ്ണ അങ്ങാടിയിൽ ആ 452 മീറ്റർ അത് അടുത്ത പ്രാവശ്യം മാർബിളേറ്റ് ചെയ്തിട്ട് അത് ഒന്നുകൂടി ടൈൽസ് ഇട്ടിട്ട് അത് വളരെ ഗംഭീരമാക്കി മനോഹരമാക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ കരീം, ബാപ്പുട്ടി, ഗഫൂർ, സഫറു ഇവരൊക്കെ പറയുന്നുണ്ട്. അതുള്ള കൂട്ടിയൊക്കെ തീരദേശ ടൂറിസം പദ്ധതി ഒരാഗ്രഹമുണ്ട്. നമുക്ക് ചെയ്യാം. എങ്ങനെ? എടവണ്ണെന്ന് വാക്കാലൂർ അരീക്കോട് വൈക്ക് കീവർബിലെ മുറിഞ്ഞ വാടക നമുക്കൊരു ടൂറിസം പദ്ധതി നമ്മളൊരു 25 കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുമായി ചേർന്നുകൊണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്നാണ് എനിക്ക് പറയുന്നത്. പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിചാരിച്ചിട്ട് പറയില്ല. PKBക്ക് ഒന്നുള്ളൂ, പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതെവിടെ ഇതായിരുന്നു ചോദിച്ചത്. ഞാൻ പറഞ്ഞു നടക്കാത്തല്ല. പിന്നെ നാട്ടുകാരുടെ നിങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. സ്ഥലം തരാൻ സമയത്ത് ആ സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നിൽക്കരുത്. എനിക്ക് ഫണ്ട് കൊണ്ടുവരാനേ കഴിയുള്ളൂ. അതിന് ചെറിയ 2 മീറ്റർ, ഒരു 3 മീറ്റർ ഒരു നീളത്തിൽ വരുമ്പോൾ 2 സെൻറ്റ് സ്ഥലം അത് തന്നാൽ അതിൻ്റെ മെച്ചം അതിൻ്റെ സ്ഥലമുടമകൾക്കും നാട്ടുകാർക്കാണ്. അങ്ങനെ ഒരു ടൂറിസം പദ്ധതി വന്നാൽ ഒരുപാട് നമ്മുടെ വനിതകൾക്കൊക്കെ ഒരുപാട് തൊഴിൽ, അതായത് സ്വയം വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ അതിനോടനുബന്ധിച്ച് ആ ടൂറിസം പദ്ധതിയിൽ ഉണ്ടാവും. ഒരു കാര്യം, ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തും. ക്യാൻസർ ആശുപത്രി നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ എവിടെ പോയി ചോദിച്ചു നോക്കി കേരളത്തിൽ ഇതുപോലെ ഒരു ക്യാൻസർ ആശുപത്രി ഉണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ തുവക്കാട് സബ് സെൻറ്ററിനാണ് കേന്ദ്ര ഫണ്ട് 52 ലക്ഷം രൂപ ചെലവെയ്തുകൊണ്ട് കേന്ദ്ര ഫണ്ട് അനുവദിച്ചത് തുവക്കാട് സബ് സെൻറ്ററിനാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലം ഉണ്ടാകാൻ. അതുപോലെ തന്നെ പത്തപ്പിരിയത്തുനിന്ന് പേരൂർ കൊണ്ട് റോഡ് അതിന് പോയിട്ട് മറ്റേ പത്തിരാൾക്ക് ചാടുന്ന റോഡ് രാഹുൽ ഗാന്ധി നമ്മളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് PNGC വയൽ ആ റോഡ് നമ്മൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നമ്മൾ ഗതാഗത യോഗ്യമാക്കിയത്. അതുപോലെ തന്നെ പത്തപ്പിരിയത്തുനിന്ന് തുവക്കാടുക്കുള്ള റോഡ് റബ്ബറൈസ് ചെയ്തത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. കൽപ്പാലത്ത് നിന്ന് ആ റോഡ് അങ്ങോട്ട് പോകുമ്പോൾ ക്രോസ് ചെയ്തത് MLAയുടെ ആസ്തി വികസനം, അതായത് പഞ്ചായത്തിലെ റോഡാണ്, PWD റോഡല്ല നമ്മൾ റബ്ബറൈസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇനിയും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിൽ ഈ പഞ്ചായത്ത് ബോർഡ് ഐക്യ ജനാധിപത്യത്തിലേക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വകയുള്ള ഒരു സമ്മാനമായിട്ടാണ് കുണ്ടുതോട് ചളിപ്പാട് റോഡ് 2 കോടി രൂപ ചെയ്തുകൊണ്ട് ചളിപ്പാടത്ത് നിന്ന് ചെമ്പക്കുത്തേക്ക് റോഡ് റബ്ബറൈസ് ആനുള്ള ഫണ്ട് അനുവദിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട്
ചെമ്പക്കുത്തുനിന്ന് ഐന്തൂർക്ക് ഉള്ള റോഡ് റബ്ബറൈസ് ചെയ്യാൻ 1 കോടി രൂപ അനുവദിച്ചു ഒരു ഘട്ടം. പത്തപ്പിരത്തിന് ചേനായിക്കുന്നുക്കുള്ള റോഡ് റബ്ബറൈസ് ചെയ്യാൻ വേണ്ടി 75 ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. പോത്തട്ടിന്ന് ഐന്തൂർക്കുള്ള റോഡ് 1ാം ഘട്ടം 50 ലക്ഷം രൂപ റോഡ് റബ്ബറൈസ് ചെയ്യാൻ അതിന് ഫണ്ട് അനുവദിച്ച് പണി തുടങ്ങി. 2ാം ഘട്ടത്തിനും ഈ ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപ പഠിച്ചു. അതൊക്കെ പ്രാവർത്തികമാകും. ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ആവും. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ. ഈ കെയർ ഹൈപ്പർ ഫാർമയിൽ പ്രഗത്ഭനായ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ശ്രീരാജ് എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സേവനമനുഷ്ഠിക്കുന്നു. ഈ കെയർ ഹൈപ്പർ ഫാർമ നിയർ EMC ഹോസ്പിറ്റൽ, എടവണ്ണ. അഭയമാകാൻ അഭയധന ഗവൺമെന്റ് അപ്രൂവ്ഡ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ്, എടവണ്ണ. ബ്രാഞ്ച്, പത്തപ്പെരിയം.